വണ്ടുകൾ 70-കാരിയായ സുമതിയുടെ പോർതി മുട്ടിക്കുന്നു. സുമതിയുടെ വീട് നിറയെ വണ്ടുകൾ നിറഞ്ഞിരിക്കുന്നു. വണ്ടുകൾ മുച്ചി അവശ നിലയിലായ സുമതിയെ സായിഗ്രാമിലേക്ക് മാറ്റി. മൂതാക്കൽ പറണ്ടമലയിൽ 70-കാരിയായ സുമതി ഒറ്റയ്ക്കാണ് താമസം. ഭർത്താവും മകനും നേരത്തെ മരണപ്പെട്ടു. കൂട്ടിന് ബന്ധുക്കൾ ആരുമില്ല. കഴിഞ്ഞ ദിവസം സുമതിയുടെ നിലവിളി കേട്ടാണ് 2 കുടുംബശ്രീ പ്രവർത്തകർ സുമതിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയത്. അവർ അവിടെ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. വണ്ടുകൾ സുമതിയുടെ ശരീരമാകെ മുച്ചിയിരിക്കുന്നു. വണ്ടുകളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെയായിരുന്നു നിലവിളി. ഈ അമ്മ അതിൻ്റെ അകത്ത് കിടന്ന് എന്നെ വിളിച്ചിട്ട് കരയും പറയുകയും ചെയ്തു. അങ്ങനെ ഞാനും മോളും കൂടെ അതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ കട്ടിലിൽ വണ്ടൊക്കെ പൊതിഞ്ഞ് കരയും പറയുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അയലോകത്തുള്ളവരെ കൂടെയൊക്കെ അറിയിച്ച് ഞങ്ങൾ വന്ന് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലാണ് കിടന്നത്. ഇന്ന് നേരം വെളുത്ത് ഞങ്ങൾ അവരെ ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ് ചെയ്തത്. എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടാണ് ഞാൻ അവരെ ആൾക്കാരെ അറിയിച്ചത്. അവരെ അറിയിച്ച് അവരാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അറിയിച്ച്. വീടിന്റെ ചുവരുകളിലും മേൽക്കൂരയിലും ഇറയത്തും എല്ലായിടങ്ങളിലും വണ്ടുകൾ തന്നെ. സുമതിയുടെ വീടിന്റെ പരിസരമാകെ കാടുകയറിയ നിലയിലാണ്. എനിക്കിവിടെ തന്നെ താമസിക്കാൻ പേടിയാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും ഈ നല്ല ആൾക്കാരെ കൂടെ അയക്കണം. തൽക്കാലം സുമതിയെ തോന്നയ്ക്കൽ സായിഗ്രാമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സുമതിയുടെ വീട് വണ്ടുകൾ കൈയടക്കിയിരിക്കുന്നു. ഇവയെ തുരത്താനുള്ള പദ്ധതികൾ ആരായുകയാണ് നാട്ടുകാർ. AC ന്യൂസ് ആറ്റിങ്ങൽ.